Hi, welcome to the maths class. 7th standard, chapter number 3, Unchanging Relations. Activities in page number 44 of your textbook. Sums and differences. Adulya often teases her classmates with her new discoveries. അപ്പോൾ അതുല്യ അവിടെ പുതിയ ചില കണ്ടുപിടുത്തങ്ങളുമായിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. Today she had a new trick. Think of any two numbers and give me the sum and difference. I can tell you the numbers. ഏതെങ്കിലും രണ്ട് നമ്പർ മനസ്സിൽ വിചാരിച്ചിട്ട് ആ രണ്ട് നമ്പേഴ്സിന്റെ സമ്മും ഡിഫറൻസും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആ നമ്പർ ഏതാണെന്ന് ഞാൻ പറയാം. അതാണ് അതുല്യ പറയുന്നത്. സം is 10 and difference is 2. റഹീം started. റഹീം സ്റ്റാർട്ട് ചെയ്തു. റഹീം പറഞ്ഞു സം is 10 and difference is 2. റഹീം ഏതോ രണ്ട് നമ്പർ മൈൻഡിൽ വിചാരിച്ചിട്ടുണ്ട്. ആ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 10 ആണ്, ഡിഫറൻസ് 2 ആണ്. Easy. Numbers are 6 and 4. Adulya said. Adulya എളുപ്പത്തില് റഹീം മൈൻഡിൽ വിചാരിച്ചിട്ടുള്ള ആ നമ്പേഴ്സ് പറയാണ്. 6ഉം 4ഉം ആണ് റഹീം വിചാരിച്ച നമ്പർ എന്ന് അതുല്യ പറഞ്ഞു. Sum 16. Difference 5. Mischievous Jessie challenged. അപ്പോൾ ജെസ്സി പറയാണ് Sum 16. Difference 5. Adulya thought for a moment and said, Nice. Try. Numbers are 10 and half and 5 and half. അപ്പം ജെസ്സി പറഞ്ഞിട്ടുള്ള നമ്പറിന്റെ സമ്മ് 16ഉം ഡിഫറൻസ് 5ഉം ആയിരുന്നു. അപ്പൊ അതിന്റെ നമ്പേഴ്സ് ഏറ്റവും ഈസി ആയിട്ട് അതുല്യ പറയാണ് വൺ നമ്പർ 10 and half ഉം അടുത്ത നമ്പർ 5 and half ഉം ആണ് ജെസ്സി മൈൻഡിൽ വിചാരിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഹൗ ഡിഡ് അതുല്യ ഫൈൻഡ് ദി നമ്പേഴ്സ്? ഇതെല്ലാം കറക്റ്റ് ആയിട്ടാണ് അതുല്യ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് അതുല്യ ഇത് കണ്ടുപിടിക്കുന്നത്? How do we find two numbers using their sum and difference? ഒരു രണ്ട് നമ്പേഴ്സിന്റെ സമ്മും ഡിഫറൻസും തന്നു കഴിഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. Let's take the numbers as x and y. ആ മൈൻഡിൽ വിചാരിച്ചിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ഒന്ന് എക്സും രണ്ടാമത്തത് വൈയും ആയിട്ട് എടുക്കാം. Then the sum is x plus y. അവയുടെ സമ്മ് x plus y. If we take the larger number as x, ഇതിൽ നമ്മൾ എക്സും വൈയും എടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സ് എന്നുള്ളത് ലാർജർ നമ്പർ ആയിട്ട് കണക്കാക്കാം. അത് ഡിഫറൻസ് ഈസ് എക്സ് മൈനസ് വൈ. അവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അഥവാ അതിന്റെ വ്യത്യാസം എക്സ് മൈനസ് വൈ ആണ്. യൂസിങ് ദിസ് വി ഹാവ് ടു ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഈ സമ്മും ഡിഫറൻസും ഉപയോഗിച്ചിട്ട് ഏതൊക്കെയാണ് ആ രണ്ട് നമ്പേഴ്സ് എന്ന് കണ്ടുപിടിക്കാം. To find x from x plus y, we need only subtract y. ഈ x plus y എന്നുള്ള ഈ സമ്മിൽ നിന്നും x കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് y-നെ ഒഴിവാക്കണം അഥവാ subtract y. y-നെ നമുക്ക് subtract ചെയ്ത് കളയണം. x plus y minus y is equal to x. അപ്പോൾ x plus y എന്ന് പറയുന്ന ഈ സമ്മിൽ നിന്നും ഒരു y ഈ തന്നിട്ടുള്ള y മൈനസ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? x ആണ് കിട്ടുക അല്ലെ? യെസ്. ബട്ട് വി ഡോണ്ട് നോ y. പക്ഷേ നമുക്ക് y എന്ന് പറയുന്ന നമ്പർ ഏതാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? ആ സമ്മിൽ നിന്നും y മൈനസ് ചെയ്താൽ മതിയായിരുന്നു, രണ്ടാമത്തെ നമ്പർ മൈനസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ y എന്ന് പറയുന്ന നമ്പർ എന്താണെന്ന് നമുക്ക് അറിയില്ല. വാട്ട് ഇഫ് വി ആഡ് x അഗെയിൻ? അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ഒരു x കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തു. ഇവിടെ ചെയ്തിട്ടുള്ളത് നേരത്തെ ഉള്ള സമ്മ് എക്സ് പ്ലസ് വൈ ആയിരുന്നു. ആ എക്സ് പ്ലസ് വൈ നിന്നും ആദ്യം ഒരു y മൈനസ് ചെയ്തു, അതിനോട് കൂടെ വേറൊരു എക്സ് കൂടെ ആഡ് ചെയ്തു. ഇപ്പൊ കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം. എക്സും അതേപോലെ തന്നെ ഇവിടെ എത്ര പ്രാവശ്യം എക്സ് ഉണ്ട്? ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. എക്സ് പ്ലസ് എക്സ്. എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം എക്സ് ആയി? 2 times എക്സ്. എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 2x. പിന്നെ ഇവിടെ ഒരു y ഓൾറെഡി ഉണ്ട്. ആ വൈയിൽ നിന്നും ഒരു y മൈനസ് ചെയ്യണം. ഒരു വൈയിൽ നിന്നും ഒരു y മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ y-യും എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. കാരണം ഒരു y ഉണ്ടായിരുന്നു, ആ y മൈനസ് ചെയ്ത് കളഞ്ഞാൽ അവിടെ y ഇല്ല എന്നർത്ഥം. അപ്പൊ y-ന്റെ ഭാഗം 0 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ ബാക്കിയുള്ളത് x പ്ലസ് എക്സ് 2x. y-യും 0 ആയിട്ട് മാറി. അപ്പൊ ബാക്കി നമുക്ക് കിട്ടിയിട്ടുള്ളത് 2x ആണ്. അപ്പോ subtracting y and then adding x is the same as adding x and then subtracting y.
ഇവിടെ ചെയ്തിട്ടുള്ളത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഈ സമ്മിൽ നിന്നും ആദ്യം ഒരു വൈ മൈനസ് ചെയ്തു, പിന്നീട് അതിനോട് കൂടെ ഒരു എക്സ് ആഡ് ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്താലും മതി. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഈ സമ്മിനോട് ആദ്യം ഈ എക്സ് പ്ലസ് എക്സ് എടുത്തു, പിന്നീട് മൈനസ് വൈ എടുത്തു. അങ്ങനെ എഴുതിയാലും സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുക. ഇപ്പൊ നോക്കാം, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ. അപ്പൊ ഈ സ്റ്റെപ്പിനെ മാറ്റി ചെയ്തിട്ടുള്ളത് പ്ലസ് എക്സ് എന്നുള്ള രണ്ടാമത് ആഡ് ചെയ്തിട്ടുള്ള എക്സിന് ആദ്യം എടുത്തു, പിന്നീട് മൈനസ് വൈ കൊടുത്തു. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ. ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന് ആൻസറിനെ ഒന്ന് മാറ്റി എഴുതി നോക്കാം. ഇവിടെ എക്സും ഒരു എക്സും രണ്ട് പ്രാവശ്യം എക്സ് ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു എക്സ് പ്ലസ് എക്സ്. അപ്പൊ ഈ പ്ലസ് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിന് ബാധകമാണ്. അപ്പൊ ഇവിടെ നോക്കാം, എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2 ടൈംസ് എക്സ്, 2 ടൈംസ് എക്സ് അഥവാ 2x. പിന്നീട് പ്ലസ് വൈ ഒരു മൈനസ് വൈ, നേരത്തെ പോലെ തന്നെയാണ്. ഒരു വൈ ഇവിടെ ഉണ്ട്, അതിനൊരു വൈ മൈനസ് ചെയ്തു, അപ്പൊ വൈ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പൊ ബാക്കിയുള്ളത് എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 2x. ഈ 2x തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും ആൻസർ സെയിം തന്നെയാണ്. ഇവിടുന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് നമ്പറിന്റെ സമ്മ് അഥവാ എക്സ് പ്ലസ് വൈ, ആ സമ്മിനോട് കൂടെ ആ രണ്ട് നമ്പറിന്റെയും ഡിഫറൻസും കൂടെ ആഡ് ചെയ്യാം, എക്സ് മൈനസ് വൈ. അപ്പോഴും കിട്ടുന്നത് ആദ്യത്തെ നമ്പറിന്റെ ഡബിൾ ആണ്, അഥവാ 2x. ആദ്യത്തെ നമ്പറിനെ ആയിരുന്നു നമ്മൾ വലിയ നമ്പർ ആയിട്ട് എടുത്തിട്ടുള്ളത്, ലാർജർ നമ്പർ ആയിട്ട് എടുത്തിട്ടുള്ളത് എക്സ് ആയിരുന്നു. അപ്പൊ ആ ലാർജർ നമ്പറിന്റെ ഡബിൾ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വാട്ട് ഡസ് ദിസ് മീൻ? ഇതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി നോക്കാം. ആഡിങ് സം ആൻഡ് ഡിഫറൻസ് ഗിവ്സ് ട്വൈസ് ദ ലാർജർ നമ്പർ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ആ മൈൻഡിൽ വിചാരിച്ചിട്ടുള്ള രണ്ട് നമ്പേഴ്സ് എക്സും വൈയും ആയിട്ടായിരുന്നു എടുത്തിട്ടുള്ളത്. ആ രണ്ട് നമ്പറിന്റെ സമ്മ് പ്ലസ് ആ രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് എക്സ് മൈനസ് വൈ. അപ്പൊ ആ രണ്ട് നമ്പറിന്റെ സമ്മിനോട് ആ രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ലാർജർ നമ്പറിന്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി എക്സാമ്പിൾസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്ലിയർ ആവും. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, റഹീം സം ഈസ് 10 ആൻഡ് ഡിഫറൻസ് ഈസ് 2. റഹീം പറഞ്ഞിട്ടുള്ള സമ്മ് 10 ആയിരുന്നു, ഡിഫറൻസ് 2 ആയിരുന്നു. ദ സം ഈസ് 12 ആണല്ലോ, ഇതിന്റെ സമ്മ് കാണാം. അപ്പൊ റഹീം പറഞ്ഞിട്ടുള്ള രണ്ട് നമ്പറിന്റെ റഹീം സം ഈസ് 10 ആൻഡ് ഡിഫറൻസ് ഈസ് 2. ദ സം ഈസ് 12. This is twice his larger number. ഈ 12 എന്ന് പറയുന്നത് ലാർജർ നമ്പറിന്റെ ഡബിൾ ആണ്, അങ്ങനെയാണെങ്കിൽ ലാർജർ നമ്പർ ഏതായിരിക്കും? 12ന്റെ ഹാഫ് അഥവാ 6. ആൻഡ് ഹിസ് സ്മോളർ നമ്പർ ഈസ് 10 മൈനസ് 4, 6 ഈസ് ഈക്വൽ ടു 4. ഒന്നുകൂടി പറയാണ്, റഹീം നേരത്തെ പറഞ്ഞിട്ടുള്ളത് റഹീമിന്റെ സമ്മ് 10ഉം ഡിഫറൻസ് 2 ആണ് എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അഥവാ റഹീം മൈൻഡിൽ വിചാരിച്ചിട്ടുള്ള രണ്ട് നമ്പറിന്റെ സമ്മ് 10ഉം ആ രണ്ട് നമ്പറിന്റെ ഡിഫറൻസും 2 ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞ സമയത്താണ് അതുല്യ ആ രണ്ട് നമ്പേഴ്സ് 6ഉം 4ഉം ആണെന്ന് കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കുക, ആദ്യം ആ റഹീം പറഞ്ഞിട്ടുള്ള സമ്മും ഡിഫറൻസും തമ്മിൽ ആഡ് ചെയ്തു, അഥവാ 10 + 2 = 12. എന്നിട്ട് ഈ കിട്ടുന്ന ഈ നമ്പർ നേരത്തെ പറഞ്ഞിരുന്നു ലാർജർ നമ്പറിന്റെ ഡബിൾ ആയിരിക്കും എന്ന്. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള 12 എന്ന് പറയുന്ന നമ്പർ ഈ വിചാരിച്ചിട്ടുള്ള രണ്ട് നമ്പറിൽ ലാർജർ നമ്പറിന്റെ ഡബിൾ ആണ്. അഥവാ ഇത് ഏത് നമ്പറിന്റെ ഡബിൾ ആണെന്ന് നോക്കാം. 12 എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ ഡബിൾ ആണ്? 6ന്റെ ഡബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ റഹീം വിചാരിച്ചിട്ടുള്ള നമ്പറിൽ ലാർജർ നമ്പർ 6 ആണ്. ഓക്കെ, ഇനി അതിൽ സ്മോളർ നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം രണ്ട് നമ്പറിന്റെയും കൂടി സമ്മ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു നമ്പർ 6 ആണെങ്കിൽ മറ്റേ നമ്പർ ഏതായിരിക്കും? 4 ആയിരിക്കും. കാരണം 10 - 6 = 4. അങ്ങനെയാണ് അതുല്യ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. Page number 45. Now let's look at what Jessie said. Sum 16, difference 5. ജെസ്സി മൈൻഡിൽ വിചാരിച്ചിട്ടുള്ള നമ്പറിന്റെ സമ്മ് 16ഉം ഡിഫറൻസ് 5ഉം ആണ്. Their sum is 21. അങ്ങനെയാണെങ്കിൽ 16 + 5 = 21. ഈ കിട്ടിയിട്ടുള്ള 21 എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ ഡബിൾ ആണ്?
21 എന്ന് പറയുന്നത് 10.5ന്റെ ഡബിൾ ആണ്. അപ്പൊ ഈ 10.5 എന്ന് പറയുന്ന നമ്പർ ആണ് ജസ്റ്റ് മൈൻഡിൽ വിചാരിച്ചിട്ടുള്ള ലാർജർ നമ്പർ. ഇനി സ്മോളർ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് നമ്പറിന്റെ സമ്മ് 16 ആണെന്ന് ജെസ്സി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 16ൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ ലഭിക്കും. അപ്പൊ 16 മൈനസ് 10.5, 16 മൈനസ് 10.5 ഈസ് ഈക്വൽ ടു 5.5. അപ്പൊ 5.5 എന്ന് പറയുന്ന നമ്പറാണ് ചെറിയ നമ്പർ അഥവാ രണ്ടാമത്തെ നമ്പർ. ഇത് മൈനസ് ചെയ്യാൻ ഒരു എളുപ്പവഴിയുണ്ട്. 16 മൈനസ് 10 എന്ന് പറയുന്നത് 6 ആണ്. ആ 6ൽ നിന്നും ഒരു ഹാഫ് കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5.5. അപ്പൊ 16 മൈനസ് 10.5 ഈസ് ഈക്വൽ ടു 5.5. രണ്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞു, 10.5 ആൻഡ് 5.5. ഡു യു ഗെറ്റ് അതുല്യാസ് ട്രിക്ക്? ഇതായിരുന്നു അതുല്യയുടെ ട്രിക്ക് അല്ലേ? എല്ലാവർക്കും കിട്ടി. ഡു യു ഗെറ്റ് അതുല്യാസ് ട്രിക്ക്? നിങ്ങൾക്ക് കിട്ടിയോ? We can see another thing here. Subtract the difference from the sum. ഇനി ഇതേപോലെ തന്നെ വേറൊരു ട്രിക്ക് കൂടി ഇവിടെ പറയുന്നുണ്ട് നമുക്ക് ആ രണ്ട് നമ്പറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കാം, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ രണ്ട് നമ്പർ എടുത്തിരുന്നു. എക്സും വൈയുമാണ് ആ മൈൻഡിൽ വിചാരിച്ചിട്ടുള്ള രണ്ട് നമ്പർ എങ്കിൽ ആ രണ്ട് നമ്പറിനെയും സമ്മാണ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ആ രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് ആണ് എക്സ് മൈനസ് വൈ എന്നും പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചെയ്തതിന് പകരം ഇവിടെ മൈനസ് ആക്കിയിട്ട് ചെയ്ത് നോക്കിയാലോ? ആ സമ്മിൽ നിന്നും ഡിഫറൻസിന് മൈനസ് ചെയ്യാം. അപ്പൊ അഥവാ 16ൽ നിന്ന് 5 മൈനസ് ചെയ്യാം. അതേപോലെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. നേരത്തെ സമ്മിന് പകരം ഇവിടെ ഡിഫറൻസ് ആണ്. നോക്കാം, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്നുകൂടി നോക്കാം എങ്ങനെയാണ് അതിന്റെ സിംപ്ലിഫിക്കേഷൻ വരുന്നത്. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഈ എക്സ് പ്ലസ് വൈ എന്നുള്ളതിന് അതേപോലെ തന്നെ ഇവിടെ വെച്ചു, എക്സ് പ്ലസ് വൈ. പിന്നീട് ഈ മൈനസ് ഐന് ഇവിടെ വെക്കാണ്, മൈനസ്. ഇനി ഈ മൈനസ് എന്ന് പറയുന്ന സിമ്പിൾ ഈ എക്സിനും വൈക്കും ബാധകമാണ്. അഥവാ ഈ എക്സ് മൈനസ് വൈ എന്നുള്ള ഈ എക്സും ഈ വൈയും ഇതിൽ നിന്നും മൈനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്നുള്ളത് ആദ്യം അവിടെ എഴുതി, മൈനസ് എക്സ് മൈനസ് എക്സ്, എക്സിന് മൈനസ് ചെയ്തു, എക്സ് മൈനസ് ചെയ്യണം, അപ്പൊ മൈനസ് എക്സ്. ഇനി ഇവിടെ വൈക്ക് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, പിന്നീട് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് വൈ ആണ് നമുക്ക് ഇതിൽ നിന്നും മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ വൈക്ക് രണ്ട് പ്രാവശ്യം മൈനസ് വരുന്നുണ്ട്. മൈനസ് ഓൾറെഡി ഇവിടെയുള്ള മൈനസും പിന്നീട് വൈന്റെ കൂടെ ഉള്ള ഒരു മൈനസും, ആ രണ്ട് മൈനസും കൂടി വൈക്ക് വന്നു. അപ്പൊ ഇതെന്തായിട്ട് മാറി? എക്സ് പ്ലസ് വൈ എന്നുള്ളത് എക്സ് പ്ലസ് വൈ തന്നെ, മൈനസ് എക്സ്. ഈ രണ്ട് മൈനസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പ്ലസ് ആയിട്ട് മാറും. രണ്ട് മൈനസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പ്ലസ് ആയിട്ട് മാറും. ഈ നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സ് എന്നുള്ള ഭാഗത്ത് നെഗറ്റീവ് സൈനിന്റെ കൂടുതൽ കാര്യങ്ങൾ ആ ലെസണിൽ പഠിക്കും. ലാസ്റ്റിലേക്ക് വരുന്നുണ്ട് 7th. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ രണ്ട് മൈനസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വൈക്ക് ഒരു പ്ലസ് സൈൻ ആയിട്ട് മാറുന്നുണ്ട്. എക്സ് പ്ലസ് വൈ എന്നുള്ളതും മൈനസ് എക്സ് പ്ലസ് വൈ എന്നായിട്ട് ഇത് മാറി. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ മൈനസും പ്ലസും ഒക്കെ നോക്കിയിട്ട് വേണം സിംപ്ലിഫൈ ചെയ്യാൻ. ഒരു എക്സ് ഇവിടെ ഉണ്ട്, എക്സ്. ആ എക്സിന് ഇനി നമുക്ക് അതേ എക്സ് വേറെ എവിടെയാണുള്ളത്? ഇവിടെ ഒരു എക്സ് ഉണ്ട്, എക്സ്. ഇവിടെ ഒരു മൈനസ് എക്സ് ആണ്, അപ്പൊ എക്സ് മൈനസ് എക്സ്. ഇനി വൈനെ നമുക്ക് ഒന്നിച്ചെടുക്കാം. ഇവിടെ ഒരു പ്ലസ് വൈ ഉണ്ട്, ആ വൈ ഇവിടെ എഴുതി. പിന്നീട് വേറെ ഒരു പ്ലസ് വൈ കൂടി ഉണ്ട്, ആ വൈനെയും ഇവിടെ എഴുതി. അപ്പൊ എന്തായിട്ട് മാറി? എക്സ് മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൈ. ഇതിന് എക്സിനെ അടുത്തെഴുതി, വൈയെയും അടുത്തെഴുതി. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി നോക്കാം. എക്സ് മൈനസ് എക്സ്, എക്സ് നിന്ന് എക്സ് പോയാൽ എന്താണ്? 0. ഒരു നമ്പറിന് അതേ നമ്പർ തന്നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0. പ്ലസ് വൈ പ്ലസ് വൈ, വൈ രണ്ട് പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2y. ഇപ്പൊ എന്താണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? 0 പ്ലസ് 2y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2y. ഇപ്പൊ കിട്ടിയിട്ടുള്ള ആൻസർ രണ്ടാമത്തെ നമ്പറിന്റെ ഡബിൾ ആണ്. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് സമ്മും ഡിഫറൻസും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ നമ്പറിന്റെ ഡബിൾ ആണ്. നേരത്തെ കണ്ടിരുന്നു സമ്മും ഡിഫറൻസും ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ലാർജർ നമ്പറിന്റെ ഡബിൾ ആയിരുന്നു. അപ്പൊ ഇവിടെ സമ്മും ഡിഫറൻസും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് സ്മോളർ നമ്പറിന്റെ ഡബിൾ ആണ്. അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഭാഗം നോക്കാം.
Subtracting the difference from the sum gives twice the smaller number. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറൻസിന് സമ്മിൽ നിന്നും മൈനസ് ചെയ്തു. അപ്പൊ ഈ ഡിഫറൻസിന് സമ്മിൽ നിന്നും മൈനസ് ചെയ്താൽ ലഭിക്കുന്നത് സ്മോളർ നമ്പറിന്റെ ഡബിൾ ആണ്. ഇനി ആ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടി ഇവിടെ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇൻ റഹീംസ് കേസ് സം ഈസ് 10 ആൻഡ് ഡിഫറൻസ് ഈസ് 2. റഹീം പറഞ്ഞിട്ടുള്ളത് റഹീം മൈൻഡിൽ വിചാരിച്ചിട്ടുള്ള രണ്ട് നമ്പറിന്റെ സമ്മ് 10 ഉം ഡിഫറൻസ് 2 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞ രീതിയിൽ ഒന്ന് എടുത്ത് നോക്കാം. സമ്മിന്റെയും ഡിഫറൻസിനെയും മൈനസ് ചെയ്യാം. 10 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 ആണ് അല്ലെ? 8. അപ്പൊ ഈ 8 എന്ന് പറയുന്നത് ഏതിന്റെ ഡബിൾ ആണ്? ഇവിടെ ഡിഫറൻസ് ആണ് എടുത്തതുകൊണ്ട് 8 എന്ന് പറയുന്നത് സ്മോളർ നമ്പറിന്റെ ഡബിൾ ആണ്. അപ്പൊ ഏതായിരിക്കും 8ന്റെ ഹാഫ്? 4. അപ്പൊ ആ 4 ആണ് സ്മോളർ നമ്പർ. ആൻഡ് സോ ദ സ്മോളർ നമ്പർ ഈസ് ഹാഫ് ഓഫ് ദിസ് വിച്ച് ഈസ് 4. അപ്പൊ സ്മോളർ നമ്പർ 4 ആണെങ്കിൽ ലാർജർ നമ്പർ എന്തായിരിക്കും? 10 മൈനസ് 4 എന്ന് പറയുന്നതാണ്. അപ്പൊ 10 മൈനസ് 4 ഈസ് എന്താണ്? 10 മൈനസ് 4 ഈസ് 6. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇതാണ് മെത്തേഡ്. ഡിഫറൻസ് കാണുകയാണെങ്കിൽ സ്മോളർ നമ്പറിന്റെ ഡബിൾ കിട്ടും. സം ആണ് കാണുന്നതെങ്കിൽ ലാർജർ നമ്പറിന്റെ ഡബിൾ കിട്ടും. ഓക്കെ. പേജ് നമ്പർ 45. The sum and differences of some pairs of numbers are given below. Can you find the numbers? സമ്മും ഡിഫറൻസും കൊടുത്തിട്ടുണ്ട്. ആ പേഴ്സ് ഓഫ് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വണ് സമ്മ് 12ഉം ഡിഫറൻസ് 8ഉം ആണ്. അപ്പൊ ആ സമ്മും ഡിഫറൻസും തമ്മിൽ ആഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? 12 പ്ലസ് 8 ഈസ് ഈക്വൽ ടു 20. അപ്പൊ കിട്ടിയിട്ടുള്ള 20 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആഡ് ചെയ്തതായതുകൊണ്ട് ലാർജർ നമ്പറിന്റെ ഡബിൾ ആണ്. അപ്പൊ ലാർജർ നമ്പർ എന്ത് കിട്ടി? ഹാഫ് ഓഫ് 20 എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ ലാർജർ നമ്പർ ഈസ് ഈക്വൽ ടു 10. സ്മോളർ നമ്പർ ഈസ് ഈക്വൽ ടു ഈ സമ്മിൽ നിന്നും സമ്മായിട്ടുള്ള 12ൽ നിന്നും 10 മൈനസ് ചെയ്യുക. 12 മൈനസ് 10 ഈസ് ഈക്വൽ ടു 2. അപ്പൊ നമുക്ക് രണ്ട് നമ്പറും കിട്ടിക്കഴിഞ്ഞു. ലാർജർ നമ്പർ 10 സ്മോളർ നമ്പർ 2. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെ കിട്ടും? 140 പ്ലസ് 80. 140 പ്ലസ് 80 ഈസ് ഈക്വൽ ടു 220. 220 ആയതുകൊണ്ട് ഇത് വലിയ നമ്പറിന്റെ ഡബിൾ 220. അപ്പൊ ലാർജർ നമ്പർ ഈസ് ഈക്വൽ ടു 110. സ്മോളർ നമ്പർ ഈസ് ഈക്വൽ ടു ഈ 140ൽ നിന്നും 110 മൈനസ് ചെയ്യുക. 140 മൈനസ് 110 ഈസ് ഈക്വൽ ടു 30. ഇതാണ് സ്മോളർ നമ്പർ. ഇങ്ങനെയാണ് നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് തേർഡ് വണ് നോക്കാം. തേർഡ് വണ് 23 പ്ലസ് 11. 23 plus 11 is equal to 34. Larger number ഇപ്പൊ എന്ത് കിട്ടും? 34ന്റെ ഹാഫ് 17. സ്മോളർ നമ്പർ 23 minus 17 is equal to 6. 17ഉം 6ഉം ആണ് ആ രണ്ട് നമ്പേഴ്സ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡിഫറൻസ് ചെയ്ത് നോക്കാം. ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ സ്മോളർ നമ്പറിന്റെ ഡബിൾ ആയിരിക്കും. ഇനി ഫോർത്ത് വണ് സമ്മ് 20ഉം ഡിഫറൻസ് 5ഉം ആണ്. 20 plus 5 is equal to 25. ലാർജർ നമ്പർ എന്ന് പറയുന്നത് 25ന്റെ ഹാഫ് അഥവാ 12 and half. സ്മോളർ നമ്പർ എന്ന് പറയുന്നത് ഈ 20ൽ നിന്നും 12 and half മൈനസ് ചെയ്യുക. 20 മൈനസ് 12 and half is equal to 7 and half. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ്. പേജ് നമ്പർ 45. Addition and multiplication. We have seen that twice a number added to thrice the number gives 5 times the number. ഒരു നമ്പറിന്റെ ട്വൈസ് അഥവാ അതിന്റെ ഡബിൾ എടുത്തിട്ട് അതിനോട് കൂടെ അതിന്റെ ത്രൈസ് ആഡ് ചെയ്യുക അഥവാ അതിന്റെ 3 ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ടൈംസ് കിട്ടും എന്നുള്ളത് നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ പറയുന്നുണ്ട്. വാട്ട് ഇസ് ആൾജിബ്രൈക് ഫോം ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ്? 2x. x എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ആ നമ്പറിന്റെ 2x ഡബിൾ അഥവാ 2x പ്ലസ് അതിനോടുകൂടെ അതിന്റെ ത്രൈസ് അഥവാ 3 ടൈംസ് 3 times x is equal to 3x. ഇപ്പോൾ ഒരു നമ്പറിന്റെ ഡബിളിനോട് അതിന്റെ ത്രൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര ടൈംസ് കിട്ടി? x. ഇവിടെ 2 ടൈംസ് എക്സും 3 ടൈംസ് എക്സും ടോട്ടൽ എത്ര ടൈംസ് എക്സ് ആയി? ഇവിടെ 5 ടൈംസ് എക്സ് അഥവാ 5x. ഇപ്പൊ 2x plus 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5x ആണ്. ഫോർ എവറി നമ്പർ x ഏത് നമ്പർ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരിക. ഇതാണ് ഇവിടുത്തെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. പേജ് നമ്പർ 46. നേരത്തെ പറഞ്ഞിട്ടുള്ളതിനെ ഒന്നുകൂടി
മറ്റൊരു മെത്തേഡിൽ പറയാണ്. This we can state in another manner. Instead of multiplying a number by 2 and 3 separately and adding, we need only multiplying this number by 5. നേരത്തെ പറഞ്ഞിട്ടുള്ളതിൽ ഒരേ നമ്പറിനെ തന്നെ 2 കൊണ്ടും 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതിന് പകരം ഈ രണ്ട് നമ്പറിനെയും ആഡ് ചെയ്തിട്ട് ആ കിട്ടിയിട്ടുള്ള ആൻസറിനെ അഥവാ 5നെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും നേരത്തെ സെപ്പറേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസറും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. ഇവിടെ നോക്കുക, എക്സാമ്പിൾസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ 2 × 16 + 3 × 16. 2നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതേപോലെ തന്നെ 3നെയും 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ ആദ്യം 2ഉം 3യും ആഡ് ചെയ്യുക. അഥവാ 2 + 3 = 5. 5 ഇൻറ്റു ഒരു പ്രാവശ്യം 16നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 5 × 16 = 80 കിട്ടും. ഇതാണ് ആൻസർ. അപ്പൊ ഇവിടെ രണ്ട് പ്രാവശ്യം 16നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ആദ്യം രണ്ട് നമ്പറിനെയും ആഡ് ചെയ്തിട്ട് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അഥവാ രണ്ടിലും 16 കോമൺ ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. In this, suppose we take other numbers instead of 2 and 3. Look at this problem. In a math conference, 2 rooms are used for discussion. In one room, there are 40 people and in another 35. At tea time, each is to be given 2 biscuits. How many biscuits are needed? ഇവിടെ നോക്കുക, ഒരു മാത്സ് കോൺഫറൻസ് നടക്കുകയാണ് രണ്ട് റൂമുകളിലായിട്ട്. ഒരു റൂമിൽ 40 പേരുണ്ട്, മറ്റേ റൂമിൽ 35. ടീ ബ്രേക്ക് ആയ സമയത്ത് ഓരോരുത്തർക്കും 2 ബിസ്ക്കറ്റ് വീതം കൊടുക്കുകയാണ്. 2 biscuits. How many biscuits are needed? അങ്ങനെയാണെങ്കിൽ എത്ര ബിസ്ക്കറ്റ് വേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. In the first room we need, ഫസ്റ്റ് റൂമിൽ എത്ര വേണ്ടി വരും? 40 പേരായതുകൊണ്ട് 40 × 2 = 80. And in the second room 35 × 2 = 70. സെക്കൻഡ് റൂമിൽ 35 പീപ്പിൾ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ 35 × 2 = 70. So all together we need, അങ്ങനെയാണ് ടോട്ടൽ എത്ര ബിസ്ക്കറ്റ് വേണം? 80 + 70 = 150. 150 ബിസ്ക്കറ്റ് വേണം. We can also think like this. പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ the total number of people is, ആദ്യം എത്ര ആളുകളുണ്ട് അവയുടെ ടോട്ടൽ കാണാം. 40 + 35 = 75. ഈ 75നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ തന്നെ നമുക്ക് ലഭിക്കും. So the number of biscuits needed is 75 × 2 = 150. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ആദ്യം സെപ്പറേറ്റ് ആയിട്ട് ഓരോ റൂമിലേക്കും വേണ്ട ബിസ്ക്കറ്റ് കണ്ടു, എന്നിട്ട് അതിന്റെ ടോട്ടൽ ചെയ്തു. അതിന് പകരം ആദ്യം എത്ര പേരുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചു. 40 + 35 = 75. എന്നിട്ട് ആ 75നെ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് ആണ്? 2 ബിസ്ക്കറ്റ് ആണ്. അപ്പൊ 75നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും 150 തന്നെയാണ്. അപ്പൊ സെയിം ആൻസർ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ രണ്ട് മെത്തേഡിൽ ചെയ്താലും ആൻസർ സെയിം ആണ്. What do we see here? Instead of multiplying 2 by 40 and 35 separately and then adding, we need only multiplying their sum 75 by 2. Okay. This can be done in multiplication by fractions also. നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഫ്രാക്ഷനിലും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, if we add half of 4 and half of 6, we get 2 + 3 = 5. അപ്പൊ ഇവിടെ എന്തെല്ലാം ആഡ് ചെയ്യണം? ഹാഫ് ഓഫ് 4ന്റെ ഹാഫും അതേപോലെ തന്നെ 6ന്റെ ഹാഫും ആഡ് ചെയ്യണം. നമുക്ക് എന്തൊക്കെ കിട്ടും? 4ന്റെ ഹാഫ് 2 പ്ലസ് 6ന്റെ ഹാഫ് 3. 2 + 3 = 5. ഹാഫ് ഓഫ് ദ സം ഈസ് 10. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സമ്മിന്റെ ഹാഫ് എത്രയാണ്? 6 + 4 10 ആണല്ലോ. അതാണല്ലോ സമ്മ്. ആ 6 + 4 10. 10ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 5. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതും ഒന്നിച്ച് ആഡ് ചെയ്തിട്ട് ഹാഫ് കണ്ടപ്പോഴും ഒരേ ആൻസർ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. What general principle do we see in all this? അപ്പൊ ഇത്രയും നമുക്ക് ചെയ്ത കാര്യത്തിൽ നിന്നും ഒരു ജനറൽ പ്രിൻസിപ്പിൾ നമുക്ക് കിട്ടുകയാണ്. എന്താണത്? മൾട്ടിപ്ലൈങ് 2 numbers by a number separately and adding give the same result as multiplying the sum by the number. അപ്പൊ രണ്ട് നമ്പേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ആ രണ്ട് നമ്പറിനെയും സം ആദ്യം കണ്ടിട്ട്
എന്ത് ചെയ്യാ, റിസൾട്ട് ആസ് മൾട്ടിപ്ലൈ ദ സം ബൈ ദി നമ്പർ, ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ രണ്ട് നമ്പറിന്റെ സമ്മ് കണ്ടിട്ട് ആ സമ്മിനെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ഇതിന്റെ ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പറഞ്ഞിട്ടുള്ള അതേ കാര്യത്തിന് തന്നെ എക്സും വൈ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ഓൾജിബ്രയില് എക്സ് സെഡ് പ്ലസ് വൈ സെഡ് അഥവാ സെഡ് എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ്, ആ രണ്ട് നമ്പർ ആദ്യം സെറ്റിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് പ്ലസ് വൈ ഇൻറ്റു സെഡ് അഥവാ വൈ സെഡ്, സെഡിനെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിന് എങ്ങനെ പറയാ, ആദ്യം എക്സും വൈയും ആഡ് ചെയ്യാ, എക്സ് പ്ലസ് വൈ ഇൻറ്റു, ഇവിടെ ബ്രാക്കറ്റിന് പുറത്താണ് സെഡ് ഇട്ടിട്ടുള്ളത്, അപ്പൊ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന് പുറത്ത് സെഡ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇൻറ്റു മാർക്ക് ഇട്ടിട്ടില്ലെങ്കിലും അത് ഇൻറ്റു ആയിട്ട് മനസ്സിലാക്കണം. എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എക്സ് സെഡ് പ്ലസ് വൈ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ആ രണ്ട് സെഡിലും കോമൺ ആയിട്ടുള്ള സെറ്റിനെ ഇവിടെ പുറമെ വെക്കുക സെറ്റ്, എന്നിട്ട് ബാക്കിയുള്ള രണ്ട് നമ്പറിനെയും ആഡ് ചെയ്യുക. ആഡ് ചെയ്യാൻ കാരണം ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു ഈ കോമൺ ആയിട്ടുള്ള സെറ്റ്, രണ്ടിലും കോമൺ ആണ് സെറ്റ്, അതുകൊണ്ട് സെറ്റിനെ പുറത്ത് വെച്ചു. എക്സ് പ്ലസ് വൈ ബ്രാക്കറ്റിലാക്കി ഇൻറ്റു സെഡ് ആണിത്, ഇവിടെ ഇൻറ്റു ഇല്ലെങ്കിലും ബ്രാക്കറ്റിന് പുറത്ത് ഇവിടെ വന്നിട്ടുള്ള സെഡ് ഇൻറ്റു ആയിട്ട് മനസ്സിലാക്കണം. ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് വൈ സെഡ്, എക്സും വൈയും സെഡും ഏത് നമ്പേഴ്സ് ആണെങ്കിലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വാട്ട് അബൌട്ട് സബ്സ്ട്രാക്ഷൻ, ഇതിന് സബ്സ്ട്രാക്ഷൻ ആണെങ്കിലോ, ഇവിടെ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. മൾട്ടിപ്ലൈ ടു നമ്പേഴ്സ് ബൈ എ നമ്പർ സെപ്പറേറ്റ്ലി ആൻഡ് സബ്സ്ട്രാക്ടിങ് ഗിവ് ദ സെയിം റിസൾട്ട് ആസ് മൾട്ടിപ്ലൈങ് ദ ഡിഫറൻസ് ബൈ ദി നമ്പർ. അപ്പം ഇവിടെ പ്ലസിന് പകരം സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ ഇവിടെ സബ്സ്ട്രാക്ഷൻ വരും, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കുക, എക്സ് സെഡ് മൈനസ് വൈ സെഡ് ആണെങ്കിൽ ഇവിടെ ബ്രാക്കറ്റിനകത്ത് എക്സ് മൈനസ് വൈ വരും ഇൻറ്റു സെഡ്, സെഡ് കോമൺ ആണ്, ആ കോമൺ ആയിട്ടുള്ള സെഡിനെ പുറമെ വെക്കുക, എക്സ് മൈനസ് വൈ ഇൻറ്റു സെഡ് ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് വൈ സെഡ്. ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഇതാണ് മൾട്ടിപ്ലിക്കേഷന് റൂള്. പേജ് നമ്പർ 47 കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാ നോക്കാം, എളുപ്പത്തിൽ എങ്ങനെ നമുക്കിത് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യന് 63 ഇൻറ്റു 12 പ്ലസ്, ഇവിടെ പ്ലസ് ആണ്, പ്ലസ് 37 ഇൻറ്റു 12, രണ്ടിലും 12 കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇപ്പൊ രണ്ടിനെ സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരം ഈ 12 എന്ന് പറയുന്ന കോമൺ നമ്പർ നമുക്ക് പുറമെ വെക്കാം. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വണ് 63 പ്ലസ് 37 എടുക്കുക, രണ്ടിലും കോമൺ ആയിട്ടുള്ള 12നെ പുറമെ വെക്കുക. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്, അഡീഷനും സബ്സ്ട്രാക്ഷനും ഇവിടെ വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്യുന്നതിന് വേറെ മെത്തേഡാണ്. അപ്പൊ ഈ മെത്തേഡിൽ നോക്കുന്ന സമയത്ത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഈ 12 എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന 12നെ പുറമെ വെക്കുക, ഒരു പ്രാവശ്യം വെച്ചാൽ മതി. പിന്നീട് ബാക്കിയുള്ള 63യും ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് പ്ലസ് 37 ഇൻറ്റു 12, ഇവിടെ ഇൻറ്റു മാർക്ക് ഇല്ലെങ്കിലും ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കണക്കാക്കാം. 63 പ്ലസ് 37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100, 100 ഇൻറ്റു 12, 100 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു, എളുപ്പത്തിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ 12 വരും, 100ൽ 2 സീറോയും വരും, 1200. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് സെക്കൻഡ് വൺ ആയിട്ട് വന്നിട്ടുള്ളത്. അതിന് ഇവിടെ ഒരു ഫ്രാക്ഷൻ ആണ് കോമൺ ആയിട്ട് വരുന്നത്, അഥവാ 3/4, 3/4 ആണ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത്, അതിനെ നമുക്ക് പുറമെ വെക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വണ്ണിലെ ആൻസർ വരുന്നത് 15 പ്ലസ് 5, ഇവിടെ സെന്ററിൽ 5 ആണ്, അതുകൊണ്ട് 15 പ്ലസ് 5 ഇൻറ്റു 3/4 ഇസ് ഈക്വൽ ടു 15 പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20, 20 ഇൻറ്റു, ഇവിടെ ഇൻറ്റു ഇല്ലെങ്കിലും ഇൻറ്റു ഉണ്ട്, ഇൻറ്റു 3/4, 20 ഇൻറ്റു 3/4, 20 ഇൻറ്റു 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20യുടെ 3/4. അത് എത്രയാണെന്നുള്ളത് എളുപ്പത്തിൽ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. 20 ഇൻറ്റു 3/4 എന്ന് പറയുമ്പോൾ 20ന്റെ 3/4 പാർട്ട്, 20ന്റെ ഹാഫ് പോർഷൻ എത്രയാ വരിക, 10 വരും, പിന്നെ ഒരു ക്വാർട്ടറും കൂടി വരും, ഹാഫും ക്വാർട്ടറും ആണല്ലോ 3/4. അപ്പൊ 20ന്റെ ഹാഫ് എന്ന് പറഞ്ഞത് 10ഉം വരും, പിന്നെ ആ 10ന്റെ ഒരു ഹാഫ് കൂടി വരും 5, അപ്പൊ എത്രയായി 15 കിട്ടുമ്പോൾ 15 ആണ് ആൻസർ. അങ്ങനെ മൈൻഡിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇതിന്റെ ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്താണ്, 20 ഇൻറ്റു ന്യൂമറേറ്റർ ആയിട്ടുള്ള 3, 20 ഇൻറ്റു ന്യൂമറേറ്റർ ആയിട്ടുള്ള 3, 20 ഇൻറ്റു 3
is equal to 60. 60 divided by denominator ആയിട്ടുള്ള 4. 60 divided by 4. 16 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 കിട്ടും. വേറൊരു മെത്തേഡ് കൂടി ചെയ്യാം ഇതിനെ. ഇവിടെ 20യും 4ഉം ആദ്യം ഡിവൈഡ് ചെയ്യാം. 20യും 4ഉം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? 5 കിട്ടും. 5 into 3 is equal to 15. ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് അത് ചൂസ് ചെയ്യുക. ഇതാണെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യുക. 20 into numerator 3, 20 into 3 60, 60 denominator 4, same denominator ഇവിടെ ഇടുക. 60 divided by 4 is equal to 15. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് വൺ എന്ന് പറഞ്ഞത് ഇവിടെയും ഒരു ഫ്രാക്ഷൻ ആണ് വരുന്നത് എങ്കിലും ഇവിടെ കോമൺ ആയിട്ട് വരുന്ന നമ്പർ 20 ആണ്. 20യെ പുറമെ വെക്കുക. 1/3 plus 2/3 into 20. 1/3 2/3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? രണ്ടിലും കോമൺ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമ്മുടെ ആൻസറിലും ഡിനോമിനേറ്റർ 3 തന്നെ. 1 plus 2 is equal to 3. അഥവാ ഇത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 3/3. 3/3 into 20. അപ്പൊ 3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 1 ആണ്. ഏത് നമ്പറിന്റെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ വന്നു കഴിഞ്ഞാൽ ആൻസർ 1 ആണ്. 1 into 20 is equal to 20. അപ്പൊ 20 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. 65 into 11 minus 55 into 11. ഇവിടെ നേരത്തെ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് ആണ്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ള നമ്പർ 11 ആണ്. ആ 11 പുറമെ വെക്കണം. പിന്നെ സെന്ററിൽ മൈനസ് ആണ്. 65 minus 55. 65 minus 55 into 11. അപ്പൊ 65 55 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10. 10 into 11. 10 into 11 is 110. 11 ഇവിടെ വരും. 10ലെ 1 0യും വരും. 110. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യന് ഫ്രാക്ഷനും ആണ്, അതേപോലെ തന്നെ മൈനസും ആണ്. 23 ആണ് കോമൺ ആയിട്ടുള്ള നമ്പർ. അതിനെ പുറമെ വെക്കുക. 2.5 minus 1.5 into 23. 2.5ൽ നിന്നും 1.5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1. 1 into 23. 1 into 23 is 23. നെക്സ്റ്റ് സിക്സ്ത് വണ്. 13.5 into 40 minus 3.5 into 40. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ 40. രണ്ടിലും മൈനസ് ആണ്. അപ്പൊ 13.5 minus 3.5. 13.5 minus 3.5 into 40. 13.5 minus 3.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13.5. 0.5 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. ഇപ്പൊ 13.5 എന്ന് പറഞ്ഞാൽ 13.5 മൈനസ് 3.5. 13.5 എന്ന് 3.5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10. 10 into 40. 10 into 40 is 400. 40 ഉണ്ടാവും. 10ൽ ഒരു 0യും കൂടി വന്നു കഴിഞ്ഞാൽ 400. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പേജ് നമ്പർ 46ൽ പറഞ്ഞിട്ടുള്ള ഒരു കലണ്ടർ മാത്സ് ആണ്. അപ്പൊ നോക്കുക, കലണ്ടർ മാത്ത്. ടേക്ക് എനി മന്ത്സ് കാലണ്ടർ ആൻഡ് മാർക്ക് 4 numbers മേക്കിംഗ് എ സ്ക്വയർ. ഇവിടെ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ഈ കാലണ്ടറിൽ ഇവിടെ നോക്കാം 4 numbers എടുത്തിട്ടുണ്ട്. അതൊരു സ്ക്വയർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. 8, 9, 15, 16. ഇവിടെ ഒരു സ്ക്വയർ രൂപത്തിൽ 4 നമ്പർ എടുത്തിട്ടുണ്ട്. 8, 9, 15, 16. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4 നമ്പർ എന്ന് വിചാരിക്കാം. ഇൻ ദ പിക്ചർ ദ സം ഓഫ് ദി ചൂസൺ നമ്പേഴ്സ് ഇസ്. ഇതിന്റെ സം ആദ്യം കണ്ടോ. 8 plus 9 plus 15 plus 16. 8 plus 9 plus 15 plus 16. അതിന്റെ സമ്മ് കണ്ട സമയത്ത് കിട്ടിയിട്ടുള്ള ആൻസർ 48 ആണ്. അപ്പോ ഇനി ഈ 48 എന്ന് പറയുന്ന നമ്പർ ഡിവൈഡ് ദിസ് ബൈ 4. ഈ 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഡിവൈഡഡ് ദിസ് ബൈ 4 ആൻഡ് സബ്സ്ട്രാക്ട് 4 വി ഗെറ്റ് ദ ഫസ്റ്റ് നമ്പർ. അപ്പൊ ഇതിനെ 4 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 12 ആണ്. എന്നിട്ട് എന്താ പറയുന്നത്? സബ്സ്ട്രാക്ട് 4. ആ 12 നിന്നും ഒരു 4 സബ്സ്ട്രാക്ട് ചെയ്യാൻ പറയാണ്. അപ്പൊ 12 4 സബ്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ 8 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്താണ്? ഫസ്റ്റ് നമ്പർ തന്നെയാണ്. ഒന്നുകൂടി പറയാ, ഈ 4 നമ്പറിനെയും ആഡ് ചെയ്യാം. ആ കിട്ടിയിട്ടുള്ള നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഇവിടെ 4 ആണല്ലോ നമ്പേഴ്സ്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് 12. ആ 12ൽ നിന്നും ഒരു 4 കൂടി മൈനസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ 4 കൂടി മൈനസ് ചെയ്തു. അപ്പൊ കിട്ടിയിട്ടുള്ള ആൻസർ എന്തായിരിക്കും? 8 ആയിരിക്കും അല്ലെ? 12 minus 4 is 8. ഫസ്റ്റ് നമ്പർ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് we get the first number 8. Right. Why does this happen if we take the first number as x?
ഇനി ഇതിനെ മാത്രം ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് ഇതിന് 8ന് പകരം ഇവിടെ എക്സ് കൊടുക്കാണ്. 8ന് പകരം എക്സ്. അപ്പൊ 8x ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ 9 അല്ലേ? അപ്പൊ 8x ആണെങ്കിൽ തൊട്ടടുത്തുള്ള നമ്പർ x+1. 8നോട് 1 ആഡ് ചെയ്തപ്പോഴാണല്ലോ 9 കിട്ടിയത്. അപ്പൊ എക്സിനോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ x+1 കിട്ടും. നെക്സ്റ്റ് 8ന് തൊട്ട് താഴെയുള്ള നമ്പർ എത്രയാണ്? 15 ആണ്. 8 എങ്ങനെയാ 15 ആയത്? 8+7 ആണ് 15 അല്ലെ? 8+7 ആണ് 15. അതേപോലെ തന്നെ ഇവിടെ 8ന് പകരം x ആണല്ലോ. അപ്പൊ x+7 എടുക്കണം. ഇനി 9നോട് എന്ത് ആഡ് ചെയ്തപ്പോഴാണ് 16 കിട്ടിയിട്ടുള്ളത്? എന്ത് ആഡ് ചെയ്തപ്പോഴാണ്? അപ്പൊ നമുക്ക് 8ഉമായിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കാം. അതായിരിക്കും കൂടുതൽ ഈസി. അപ്പൊ 8നോട് എന്ത് ആഡ് ചെയ്തപ്പോഴാണ് 16 കിട്ടിയിട്ടുള്ളത്? 8+8 ആണ് 16. അപ്പൊ നമുക്ക് ഇവിടെ x ആണല്ലോ. xനോട് എന്ത് ആഡ് ചെയ്യണം? x+8. xനോട് 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ x+8 കിട്ടും. ഒന്നുകൂടി പറയാണ്, ഇതിന് പകരം നമുക്ക് 8ന് പകരം x കൊടുത്തു. ഇവിടെ x ആണെങ്കിൽ ഇവിടെ 9ന് പകരം x+1 വരും. xനോട് 1 ആഡ് ചെയ്യാം. പിന്നെ 15 കിട്ടണമെങ്കിൽ 8നോട് 7 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ xനോട് കൂടെ 7 ആഡ് ചെയ്യാം. പിന്നീട് xനോട് കൂടെ 8 ആഡ് ചെയ്താൽ x+8 കിട്ടും. ഇവിടെ നോക്കുക, 8ന് പകരം x ആണ്. അപ്പൊ 8നോട് 8 ആഡ് ചെയ്തപ്പോഴാണ് ഇവിടെയുള്ള 16 കിട്ടിയത്. അപ്പൊ xനോട് കൂടെ 8 ആഡ് ചെയ്യാം. അപ്പൊ x+8 കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ സമ്മ് കാണാം. നേരത്തെ കണ്ടതേപോലെ തന്നെ x+1 x+7 ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, x+8. അങ്ങനെയാണെങ്കിൽ എത്ര x ഉണ്ട്? 1 2 3 4 ടൈംസ് x ഉണ്ട്. അപ്പൊ 4x പ്ലസ് ഇനി നമ്പേഴ്സ് ആഡ് ചെയ്യുക. x ആദ്യം ആഡ് ചെയ്തു, 4x ഉണ്ട്. അപ്പൊ 4 ടൈംസ് x 4x. ഇനി നമ്പർ ആഡ് ചെയ്യുക 1. ഇവിടെ നമ്പർ ഒന്നുമില്ല. പിന്നെ 1 + 7 എന്ന് പറഞ്ഞാൽ 8. 8+8 എന്ന് പറഞ്ഞാൽ 16. 4x+16. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ അഥവാ സമ്മ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വി ക്യാൻ റൈറ്റ് ദിസ് ആസ്, ഇപ്പൊ ആദ്യം ഇതിനെ 4 ഡിവൈഡ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇതിനൊന്ന് മാറ്റി എഴുതണം. അപ്പൊ അങ്ങനെ മാറ്റി എഴുതാൻ നോക്കാം. 4x+16. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മൾട്ടിപ്ലിക്കേഷനിൽ രണ്ടിലും കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരെണ്ണത്തിന് നമുക്ക് പുറമേ വെക്കാന്ന് പറഞ്ഞിരുന്നു. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതിനെ പുറമേ വെക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് ഇതിനൊന്ന് ജസ്റ്റ് മാറ്റി എഴുതിയിട്ടുള്ളതാണ് ഇവിടെ. 4x എന്ന് പറഞ്ഞാൽ 4 × x ആണല്ലോ. പ്ലസ് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 4 എന്നാക്കി. 4 × 4 16 ആണല്ലോ. അപ്പൊ 16 ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 × 4 എന്നാക്കി. അപ്പൊ ഇവിടെ 4 × x പ്ലസ് 4 × 4. രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പർ ഇപ്പൊ ഏതാ ഉള്ളത്? 4 ഉണ്ടല്ലോ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പുറമേ വെക്കാം നേരത്തെ ചെയ്തതുപോലെ. അപ്പൊ ആ 4നെ ഇവിടെ പുറമേ വെച്ചു. നേരത്തെ ഇപ്പുറത്തായിരുന്നു വെച്ചത്, ഇവിടെ ഫസ്റ്റിൽ വെച്ചു. കുഴപ്പമില്ല, ഇവിടെയും വെക്കാം ഇവിടെയും വെക്കാം. അപ്പൊ 4നെ പുറമേ വെച്ചു. ഇനി ഇവിടെ 4 മാറ്റിയപ്പോ ഇവിടെ എന്താ ഉള്ളത്? ഒരു x ഉണ്ട് അല്ലെ? പ്ലസ് ഇവിടെ ഒരു 4 കൂടി ബാക്കിയില്ലേ? ഒരു 4നെ പുറമേ വെച്ചു, ഇവിടെ ഒരു 4 ബാക്കിയുണ്ട്. x+4. 4 × x+4 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. This is adding 4 to the first number and then multiplying by 4. So, to get back the first number, we need to divide by 4 and then subtract 4. ഇപ്പൊ ഇവിടെ പറയുന്നത് പറഞ്ഞാൽ ഇതിനൊരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. ഈ മൾട്ടിപ്ലിക്കേഷനിൽ നിന്ന് ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ 4 ക്യാൻസൽ ആയിട്ട് പോകും. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ 4 ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി എന്താ ഉണ്ടാവുക? x+4 ഉണ്ടാവും. ആ x+4 നിന്ന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം? ഒരു 4 മൈനസ് ചെയ്യണം. x+4 - 4. അപ്പൊ എന്ത് ചെയ്യും? x+4 നിന്ന് ഒരു 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? x ഉണ്ടാവും. അപ്പൊ ഫസ്റ്റിലെ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇങ്ങനെ ഒരു കാലണ്ടറിൽ സ്ക്വയർ രൂപത്തിലുള്ള 4 നമ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ സമ്മ് കണ്ടിട്ട് ആ സമ്മിനെ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ആൻസറിൽ നിന്നും 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ കിട്ടും എന്നുള്ളതാണ് ഈ കാലണ്ടർ മാത്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതേപോലെ തന്നെ പേജ് നമ്പർ 47 വേറൊന്ന് പറയുന്നുണ്ട്, അത് നോക്കാം. പേജ് നമ്പർ 47. Another trick. Take any month's calendar and mark 9 numbers in square. In a square instead of 4. നേരത്തെ 4 എടുത്തതിന് പകരം ഇവിടെ 9 നമ്പേഴ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ 9 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. 8 9 10 15 16 17 22 23 24. 9 നമ്പേഴ്സ് എടുത്തു. ഇതും ഒരു സ്ക്വയർ ആയിട്ട് കിട്ടും. ഈ 9 നമ്പേഴ്സിന്റെ സമ്മ് കാണാം ഫസ്റ്റ്.
അപ്പൊ ഇത് സമ്മ് കണ്ടപ്പോൾ കിട്ടിയിട്ടുള്ള ആൻസർ വരുന്നത് 144 ആണെന്ന് പറയുന്നുണ്ട്. 8 + 9 + 10 + 15 + 16 + 17 + 22 + 23 + 24 ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള നമ്പറാണ് 144. എന്നിട്ട് their sum in the picture above is 144 and it is 9 times the middle number 16. ഇവിടെ പറയുന്നത് എന്താ പറഞ്ഞാല് ഈ 144 എന്ന് പറയുന്നത് ഈ സെന്ററിലുള്ള നമ്പർ ആണല്ലോ ഇവിടെ 16. ആ 16ന്റെ 9 ടൈംസ് ആണ് 144 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 9 × 16 ആണ് 144 എന്ന് ഇവിടെ ടെക്സ്റ്റിൽ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും 16 × 9 is 144. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 നമ്പേഴ്സ് ഉള്ള ഒരു കലണ്ടറിലെ ഏതെങ്കിലും 9 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ നമ്പേഴ്സിന്റെ സമ്മ് കാണാം. ആ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ സെന്ററിലുള്ള നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കുന്നു. അഥവാ ഇവിടെ ഇപ്പൊ 16 ആയതുകൊണ്ട് 16 × 9 is 144. അതിനെ തന്നെ ഇവിടെ ആൾജിബ്രയിൽ ചെയ്തിട്ടുണ്ട്. 16 പകരം ഇവിടെ എക്സ് കൊടുത്തു, സെന്ററിലുള്ള നമ്പർ എക്സ് കൊടുത്തു. ഇനി ഇവിടെ 16 പകരം എക്സ് ആണെങ്കിൽ ഇവിടെ ബാക്കിയുള്ള നമ്പേഴ്സിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. 16 തൊട്ടടുത്തുള്ള നമ്പർ എന്തായിരിക്കും? 17 ആണല്ലോ. അപ്പൊ അത് x + 1. 16 പകരം എക്സ് ആണെങ്കിൽ തൊട്ടടുത്തുള്ള നമ്പർ x + 1. അപ്പൊ തൊട്ട് മുന്നേ ഉള്ള നമ്പർ x - 1. x ന്ന് 1 മൈനസ് ചെയ്യണം. അപ്പൊ 16 ഇവിടെ 15 ആണല്ലോ. അപ്പൊ x ന്ന് 1 മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ 16 ന്ന് 1 മൈനസ് ചെയ്താൽ 15. അപ്പൊ x ന്ന് ഒരെണ്ണം മൈനസ് ചെയ്താൽ x - 1. പിന്നെ 16 ഉം 9 ഉം തമ്മിലുള്ള റിലേഷൻ എത്രയാണ്? 16 ന്ന് 7 മൈനസ് ചെയ്താലാണ് 9 കിട്ടുക. അപ്പൊ ഇവിടെ x -7. പിന്നെ 23 കിട്ടണമെങ്കിൽ 16നോട് 7 ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ x + 7. പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ അതേപോലെ തന്നെ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ 16 8 ആവണമെങ്കിൽ 16 - 8. അപ്പൊ നമുക്ക് ഇവിടെ x - 8. ഇവിടെ 16 10 ആവണമെങ്കിൽ എന്താണ്? 16 - 6 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ x - 6. ഇവിടെ 16 24 ആവണമെങ്കിൽ 16 + 8. അപ്പൊ ഇവിടെ x + 8. 22 പകരം 16 + 6 ആണ് 22. അപ്പൊ x + 6. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. ഇവിടെ നോക്കുക, ആഡ് ചെയ്ത സമയത്ത് x ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എത്ര ടൈംസ് x ഉണ്ടാവും? 9x ഉണ്ടാവും അല്ലെ? 9x ഉണ്ടാവും. ഇതിന്റെ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യുന്ന സമയത്ത് 9x ഉണ്ടാവും. പിന്നീട് മൈനസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു -8ഉം ഇവിടെ +8ഉം കൂടി 0 ആയിട്ട് പോവും. -7ഉം +7ഉം കൂടി 0 ആയിട്ട് പോവും. -1ഉം +1ഉം കൂടി 0 ആയിട്ട് പോവും. -6ഉം +6ഉം കൂടി 0 ആയിട്ട് പോവും. അപ്പൊ നമ്പേഴ്സ് കംപ്ലീറ്റ് 0 ആയിട്ട് പോവും. ബാക്കി ഉണ്ടാവുക x + x + x + x + x + x x + x + x അങ്ങനെ 9x ഉണ്ടാവും. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? 9x ആണ്. അപ്പൊ 9x എന്ന് പറയുന്നത് 9 × x ആണ്. അഥവാ സെന്ററിലുള്ള നമ്പറിനെ 9 ടൈംസ് 9 × x 9 × x ആണ് ഇതിന്റെ സം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനല്ലായിരുന്നു നേരത്തെയും കിട്ടിയിട്ടുള്ളത്. സെന്ററിലുള്ള നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് ഇതിന്റെ സമ്മ്. അപ്പൊ ഇതിന്റെ സമ്മ് കണ്ടപ്പോഴും സെന്ററിലുള്ള നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിട്ടുള്ള 9x ആണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. വി ക്യാൻ സി വിത്തൗട്ട് എനി കമ്പ്യൂട്ടേഷൻ ദാറ്റ് ദ സം ഈസ് 9x. ദാറ്റ് ഈസ് 9 ടൈംസ് ദ മിഡിൽ നമ്പർ. 9 ടൈംസ് ദി മിഡിൽ നമ്പർ ആണ് ഇതിന്റെ ആൻസർ. ഇനി ഇത് വെച്ചിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കൂടുതൽ ക്ലിയർ ആവും. പേജ് നമ്പർ 47 കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ള ഒരു ഭാഗത്ത്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ സ്ക്വയർ ബിലോ ടേക്ക് എനി നമ്പർ 9 numbers making a square. Find the relation between their sum and the number at the middle of the square. Justify this relation using algebra. അപ്പൊ ഈ കൊടുത്തിട്ടുള്ളതിനെ ഇതിൽ നിന്നും ഏതെങ്കിലും 9 നമ്പേഴ്സ് സെലക്ട് ചെയ്യുക, അഥവാ ഒരു സ്ക്വയർ സെലക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ. എന്നിട്ട് അതിന്റെ സമ്മ് കാണാം. എന്നിട്ട് മിഡിൽ നമ്പർ ആയിട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ ആൾജിബ്രയിൽ മാറ്റി എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ക്വയർ എന്ന് പറഞ്ഞത് ഇതാണ്. 1 2 3 7 8 9 13 14 15. ഈ ഒരു സ്ക്വയർ ആണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം? ഇതിന് നമുക്ക് ഏത് സ്ക്വയറും വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ നമ്പറിന്റെ സ്ക്വയർ എടുത്തു. ഇനി നമുക്ക് ഇതിന്റെ സം ഒന്ന് കണ്ടു നോക്കാം. സം ഇസ് ഈക്വൽ ടു 1 + 2 + 3
7 plus 8 plus 9 plus 13 plus 14 plus 15 എല്ലാം കൂടെ സമ്മ് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 72 ആണ്. ഇനി ഈ കിട്ടിയിട്ടുള്ള സമ്മും ഈ സെന്ററിലെ നമ്പറും നമ്മൾ റിലേഷൻ ഉണ്ടല്ലോ. 8നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ 72 കിട്ടുക? 9 കൊണ്ട്. 9 into 8 is equal to 72. അത് തന്നെയാണ് നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സെന്ററിലെ നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സമ്മ് കിട്ടുന്നു. അപ്പൊ നമുക്ക് ഇവിടെ റിലേഷൻ കിട്ടിക്കഴിഞ്ഞു. റിലേഷൻ ബിറ്റ്വീൻ 72 and 8 is 9 into 8 is equal to 72. 9 into 8 is equal to 72. സെന്ററിലെ നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സമ്മ് കിട്ടും. ഇനി ഇതിന്റെ ആൾജിബ്ര നോക്കുക. ഇതിനെ തന്നെ അതേപോലെ മാറ്റി എഴുതിയിട്ടുള്ളതാണ്. 8ന് പകരം x കൊടുത്തു. ഇനി 8 x ആണെങ്കിൽ 9 പകരം x plus 1, 8 x ആണെങ്കിൽ 7 പകരം x minus 1, പിന്നീട് x 8 ആണെങ്കിൽ 8 minus 7 ആണല്ലോ 1. അങ്ങനെയാണെങ്കിൽ x minus 7. 8 2 ആവണമെങ്കിൽ 8 minus 6, അപ്പൊ x minus 6. 8 3 ആവണമെങ്കിൽ 8 minus 5, അപ്പൊ x minus 5. ഇനി 8 15 ആവണമെങ്കിൽ 8 plus 7, അപ്പൊ x plus 7. 8 14 ആവണമെങ്കിൽ 8 plus 6, അപ്പൊ x plus 6. അതേപോലെ x plus 5. ഇനി ഇതെല്ലാം കൂടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഇത് സാധാരണ എക്സാമിന് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി ഇതിന്റെ സമ്മ് കാണാം. സമ്മ് കാണുന്ന സമയത്ത് x minus 7 plus x minus 6 plus x minus 5 plus x minus 1 plus x plus 1 plus x plus 5 plus x plus 6 plus x plus 7. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക x ഇവിടെ 9 ടൈംസ് ഉണ്ട്, അപ്പൊ 9x. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് -7 plus 7 0, -6 plus 6 0, -5 plus 5 0, പിന്നെ -1ഉം +1ഉം 0. അപ്പൊ ബാക്കി ഉണ്ടാവുക വെറും 9x മാത്രമാണ്. ഇപ്പൊ സെന്ററിലുള്ള നമ്പറിനെ 9 കൊണ്ട് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാല് 9x കിട്ടും. അഥവാണ് ഇവിടെ 9x. ഇപ്പൊ എന്തായി കിട്ടിയിട്ടുള്ളത്? x ഇവിടെ 9 ടൈംസ് ഉണ്ട്, അപ്പൊ 9x. സെന്ററിലുള്ള നമ്പർ ആയിട്ടുള്ള x-നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9x കിട്ടും. നേരത്തെ പറഞ്ഞിട്ടുള്ളതിന്റെ ഓൾജിബ്ര ഇതാണ്. 9x എന്ന് പറഞ്ഞതാണ് ഇതിന്റെ സമ്മ്. അപ്പൊ സെന്ററിലുള്ള നമ്പറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സമ്മ് കിട്ടും. അപ്പൊ ഇതിനെ കോമൺ ആയിട്ട് നമുക്ക് പറയാം സം ഈസ് 9 ടൈംസ് ദി മിഡിൽ നമ്പർ. ഇതാണ് ഇവിടുത്തെ ആൻസർ. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നൗ ട്രൈ ദിസ് വിത്ത് 25 നമ്പേഴ്സ് ഇൻ എ സ്ക്വയർ. 25 നമ്പറിൽ ഒരു സ്ക്വയർ എടുത്തത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.